വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മുടെ ചാനലില് പുതിയൊരു ക്ലാസ് ആരംഭിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 30 ഡേയ്സ് കൊണ്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കവർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഹോട്ട് ടോപ്പിക്സും കൂടെ അതിൽ പെടും. കൂടാതെ 60 ഡേയ്സിന്റെ ഒരു ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും കൂടെ നമ്മൾ മോർണിംഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർണിംഗിൽ 7:17 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഉണ്ട്. 11:22 നമ്മൾ ഓരോ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വേറെ നമ്മൾ എന്താ ചെയ്യണേ, CRT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു ദിവസം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോണത് കേട്ടോ. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു. ഇന്ന് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇന്ന് 10th പ്രിലിംസിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കണം. നമ്മൾ എഴുതാൻ പോണ ഈ പരീക്ഷയുടെ തന്നെ അതേ മോഡൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഹോട്ട് ടോപ്പിക്സ് സൈഡിൽ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അനുബന്ധ വസ്തുതകളൊന്നും പറഞ്ഞ് ഞാൻ കുറെ സമയം കളയുന്നില്ല. ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. കാരണം ഇതിന്റെ അനുബന്ധ വസ്തുതകൾ തന്നെയാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഗൗരവത്തോടു കൂടി തന്നെ പരീക്ഷയെ കാണുക. എല്ലാവരും ഭംഗിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറയണേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പോ ആദ്യത്തെ തന്നെ തെറ്റാണ്, വൈകുണ്ഠ സ്വാമികളുടെ ജനനം. രണ്ടാമത് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ അയ്യാവഴി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്, ശരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ശരിയാണ്. അപ്പോ 2, അതുപോലെ തന്നെ എന്താ പറയുന്നത്, 3, 4 അല്ലെ. 2, 3, 4 എന്നീ ഓപ്ഷൻസ് മാത്രമാണ് ശരി. ഇപ്പൊ വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അദ്ദേഹം അരുൾ നൂൽ എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുണ്ട്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? തെറ്റായത് ഏത് എന്നാ ചോദിച്ചേക്കണേ. അപ്പൊ വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നേ അല്ലെ. കുറിച്യ കലാപം നടന്നത് എന്നാണ് 1812 അത് ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു, തെറ്റാണ് അല്ലെ. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് അദ്ദേഹം. വിലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു, എന്താണ്? ഇനി അടുത്തത്, വട്ടോത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കണത്. അതിൽ തെറ്റായതാണ് പറഞ്ഞത്. അപ്പോ 2 തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്, 3 തെറ്റാണ്. 2ഉം 3ഉം തെറ്റാണ് കേട്ടോ. അപ്പോ 2, 3 തുടങ്ങിയവയാണ് ഇതില് രണ്ടാമത്തെ ഓപ്ഷനിൽ തെറ്റായിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? കലാപം നടന്നത് 1812 കലാപകാരികൾ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ശരിയാണ് കേട്ടോ മക്കളെ. ഇനി അപ്പോ ഇതിലെ ഓപ്ഷൻസിലെ ആൻസർ ഏതാ ഇവിടെ പറയാ? 2C ആണ് പറയാ. 2ഉം 3ഉം മാത്രം എന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനില് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആരാണ്? ഹാൻ കാങ്. ആരാണ്? ഹാൻ കാങ്. ഈ ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏതാണ്? അദ്ദേഹം ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്, ശരിയാണ്. ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്, ശരിയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്, ശരിയാണ്. ദി വൈറ്റ് ബുക്ക് എന്നത് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ്, ശരിയാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ തന്നെ ശരിയാണ് കേട്ടോ. ആര്? ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള കാര്യം പറയണേ. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ശരിയായിട്ടുള്ള ജോഡി, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു, ശരിയാണ്. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പുണ്ടായി, 1907 സൂററ്റ് സ്പ്ലിറ്റ്, ശരിയാണ്. അടുത്തത്, ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് 1934, തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് എന്താ കൊടുത്തിരിക്കണേ? 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ട്ടോ ഏതാണ്?
ആ 24-ലെ ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാന്നാ ചോദിക്കണേ. ഏതാണ് നോക്കൂ. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്, അത് ശരിയാണ്. അടുത്തത് 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോ ഇത് രണ്ടുമാണ് എന്താ പറയുന്നത്, ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ PSC ഉത്തരവ് സൂചി PSC ഇങ്ങനെ ഫൈനൽ ആൻസർ കീയില് ഈ രണ്ട് കാര്യമാണ് ശരിയായിട്ട് PSC കൊടുത്തത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ബ്രിക്സ് സ്ഥാപിതമായത് എന്നാണ് മക്കളെ? ബ്രിക്സ് സ്ഥാപിതമായത് 2006-ലാണ് കേട്ടോ. സംശയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ബ്രിക്സ് സ്ഥാപിതമായത് 2006 എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ഓർക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? അതുപോലെ തന്നെ കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. എവിടെയാണ്? റഷ്യയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. 6ാമത്തെ ക്വസ്റ്റ്യനില് ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ISRO സ്ഥാപിച്ചത് 1998-ലാണ്. തെറ്റാണ് അല്ലെ? ഇനി അടുത്തത് എന്താണ്? ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അതും തെറ്റാണ്. ഇതിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. അത് ശരിയാണ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്താണ്. അത് ശരിയാണ്. അപ്പൊ 3ഉം 4ഉം മാത്രമേ ശരിയുള്ളൂ. അടുത്തത് സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ എന്ന പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചേക്കണേ. അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശരി? മുഹമ്മദ് അബ്ദുൾ റഹിമാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ശരിയാണത് കേട്ടോ. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. അതും ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അത് ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അൽ അമീൻ കോഴിക്കോടാണ് പത്രത്തിന്റെ കേട്ടോ. ഇറങ്ങിയത് എവിടെ നിന്നാണ്? കോഴിക്കോട്. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യം എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് പറയണേ. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അതുപോലെ തന്നെ എന്താണ് അടുത്തത്? വയലാർ പുരസ്കാരം അശോകൻ ചെരുവിൽ. അതുപോലെ കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഓടക്കുഴൽ D വിനയചന്ദ്രൻ. അത് തെറ്റാണ് കേട്ടോ. ഓടക്കുഴല് അത് മാത്രമാണ് ഇതില് തെറ്റ് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദ്യം. 9ാമത്തെ ചോദ്യം കാലഗണനാ ക്രമം ഏത് എന്നുള്ളതാണ്. അപ്പൊ അതില് ആദ്യം മലബാർ കലാപം. ഏതാണ്? മലബാർ കലാപം. അതുപോലെ തന്നെ അടുത്തത് ഏതാ വരാ? മലബാർ കലാപം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം. അതിനുശേഷം എന്താണ്? അതിർത്തി ഗാന്ധിയുടെ മരണം. എന്താണ്? ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ആരുടെയാണ്? ജവഹർലാൽ. ആദ്യം 2 മലബാർ കലാപമാണ് വർഷം വരിക. അടുത്തത് 3 ക്ഷേത്രപ്രവേശന വിളംബരമാണ് വർഷം വരിക. അടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. അടുത്തതാണ് ഖാൻ അബ്ദുൽ ഗാഫൂർ ഖാൻ അല്ലെ. അതിർത്തി ഗാന്ധിയുടെ മരണം. ഇങ്ങനെയാണ് മരണമൊക്കെ ചോദിക്കുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ വന്നു. അപ്പോ എന്താ പറയുന്നത്? ഖാൻ അബ്ദുൽ ഗാഫൂർ ഖാൻ, അതിർത്തി ഗാന്ധിയുടെ മരണം, അതുപോലെ തന്നെ 4ാമത്തെ വരിക. അപ്പോ മലബാർ കലാപം 1 വരും. ക്ഷേത്രപ്രവേശന വിളംബരമാണ് 2ാമത്തെ ഓപ്ഷൻ വരിക. അപ്പൊ ഇതിൽ ഏതാണ് ശരി വരിക? ഓപ്ഷൻ A ആണ് ശരി വരിക. ആദ്യം 2 അല്ലെ മലബാർ കലാപം. അടുത്തത് 3 ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത് ഏതാണ്? 4 ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. അടുത്തത് 1 അതിർത്തി ഗാന്ധിയുടെ മരണം. ഇങ്ങനെയാണ് വരിക. ഇത്തിരി ടഫാണ് ഈ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ചിലപ്പോ മരണം ചോദിക്കുമ്പോഴാണ് പലർക്കും സംശയം ഉണ്ടാവാൻ സാധ്യത. അടുത്തത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് അടുത്ത 10ാമത്തെ ചോദ്യം ട്ടോ. അപ്പൊ നോക്കൂ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. അത് ശരിയാണ്. KMRL എന്നാണ് ഇതിന്റെ പ്രവർത്തന. KMRL ആണ് എന്താണ്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അല്ലെ. അവരാണ് ഇതിന്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത്. അതും ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഇതും ശരിയാണ്. ഇന്ത്യയിലെ
18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്ത് പറയുന്നത്, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ശരിയായത്. ഇനി അടുത്ത തൊട്ട് ഇത്രയുമാണ്, 10 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 11ാമത്തെ നോക്കൂ. കിംബോൾ ലജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് ഏത് നഗരത്തിലാണ്? എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലത്തെ വിളിക്കുന്നത് എന്താണ്? ഖാരിഫ് സീസൺ എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചതും കൂടിയാണത്. അടുത്ത ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിഡ്യൂവൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലി പർവ്വത നിരയാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ ആണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ഇവ കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്തത്, കൽക്കരിയുടെ ഉന്നതമായ വകഭേദത്തിന്റെ പേര് എന്താണ്? ആന്ത്രാസൈറ്റ് എന്നതാണ് കൽക്കരിയുടെ ഉന്നത വകഭേദം. അടുത്ത ചോദ്യം നോക്കൂ. അതായത് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അത്രയും അധികം അവിടെ എന്താണ് ജലക്ഷാമം അനുഭവപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് അവരത് നിർബന്ധമാക്കിയത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്ന പേരിലാണ്. അടുത്തത്, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചോദിക്കണേ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം നടത്തുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം എന്നത്. അടുത്ത ചോദ്യം, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1937 തിരുവിതാംകൂർ സർവകലാശാല 1937 ഇത് രൂപം കൊണ്ടത് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. എന്താണ്? ഏത് സമരമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്തത് ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത്? ദൈവശതകം അദ്ദേഹത്തിന്റെയാണ്, നവമഞ്ജരി അദ്ദേഹത്തിന്റെയാണ്, ദർശനമാല വേദാധികാര നിരൂപണം മാത്രമാണ്. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ആർക്കാണ് ജ്ഞാനപീഠം ലഭിക്കാത്തത്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക്. ബാക്കി അക്കിത്തത്തിന്, MTക്ക്, ONVക്ക് ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ്. രാധാകൃഷ്ണ കോത്താരി കമ്മീഷനുകൾ 1, 3. അടുത്ത് നോക്കൂ, തെബാഗ സമരം. തെബാഗ കർഷക തൊഴിലാളി സമരമാണ്. അത് നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് നടന്നത്. അടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമുക്കൊരു ക്ലാസ്സിൽ പഠിക്കാം, ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് അത് പഠിക്കണം കേട്ടോ. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? എവിടെയാണ്? ട്രാൻകിബാറിലാണ്. എവിടെയാണ്? ട്രാൻകിബാർ കേട്ടോ. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഏതാണ് തെറ്റ്? അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ മക്കളെ, കുറിച്യർ കലാപത്തിന്റെ വർഷം. അപ്പോ കുളച്ചൽ യുദ്ധം ശരിയാണ്, കുണ്ട്ര വിളംബരം ശരിയാണ്, ആറ്റിങ്ങൽ കലാപം ശരിയാണ്. അപ്പൊ തെറ്റ് ഏതാണ്? കുറിച്യർ കലാപമാണ് തെറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മൗലിക ചുമതല
ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്. അതുപോലെ തന്നെ അടുത്തത് ഏതാണ് ശരി പറയണേ? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു കേട്ടോ. ഈ ശുപാർശ ചെയ്തത് തെറ്റാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരി. അടുത്ത ചോദ്യം ഏതാ? ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ശരിയായത് ഏത്? ദേശീയ ഗാനവും ദേശീയ ഗീതവും ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് എന്നതും ശരിയാണ് കേട്ടോ. ഭാഷ തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന? 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ശരിയാണ്. അതിന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. 93 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. അത് തെറ്റാണ്. അടുത്തത് ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇത് ശരിയാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് എന്താ 33ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ശരിയായിട്ടുള്ളത്. അടുത്തത് നോക്കുക. അടുത്തത് എന്താ പറയണേ? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥും അതുപോലെ തന്നെ ഭുവനേശ്വരിയുമാണ്. എസ് സോമനാഥും അതുപോലെ ഭുവനേശ്വരിയുമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ഏതാണെന്ന് നോക്കുക. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം. ശരിയാണ്. മതസ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിനോട് ഉടമസ്ഥയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അപ്പൊ ഇതാണ് കേട്ടോ. ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? 4ാമത്തതാണ്. ബാക്കിയൊക്കെ ഉറപ്പു നൽകുന്നതാണ് എന്ന് ഓർക്കാം. ഇനി അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം എന്താണ്? 2024 ബ്രിക്സ് എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു 2024 ബ്രിക്സ്. അടുത്ത കുറിച്യർ ലഹള. എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എത്ര കുറിച്യർ ലഹളയാണ്? കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എവിടെയാണ്? 1800 കുറിച്യർ ലഹള നമ്മൾ ഓൾറെഡി ഹോട്ട് ടോപ്പിക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1812 കുറിച്യർ ലഹള നടന്നത്. ശരിയാണ്. ഇനി വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറിച്യറും കുറുമ്പരുമാണ്. അപ്പൊ അത് തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പി. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉം 4ഉം ശരിയാണ് കേട്ടോ മക്കളെ. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയുടെ പേര് കേരളീയ സുഗുണബോധിനി എന്നാണ്. കേരളീയ സുഗുണബോധിനി എന്നാണ് അതിന്റെ പേര് കേട്ടോ. പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുത്തത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇനി ഈ കേരളീയ സുഗുണബോധിനിയില് ആദ്യമായിട്ട് ലേഖനങ്ങൾ എഴുതിയ വനിതാ മാധ്യമ പ്രവർത്തകയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവതി അമ്മയാണ്. ആരാണ് അവര്? ഭഗവതി അമ്മയാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത് എന്താണ്? 39ാമത്തെ ചോദ്യത്തിലേക്കാണ് വരണേ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏത് ശരിയാണ് ചോദിക്കണേ. ശരിയായത്. അപ്പൊ നോക്കൂ. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു രാജസ്ഥാനിൽ. അത് ശരി. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന നേതൃത്വം നൽകി. ശരി. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരി. അപ്പൊ ഇത് 3ഉം ശരിയാണ്. ഇനി 40 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നടന്നത് എവിടേക്കാണ്? പാലക്കാടും ചേലക്കരി അല്ലെ നടന്നേ? ആ 2 സ്ഥലത്ത് നടന്നു. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട്? 44. അതിൽ പടിഞ്ഞാറോട്ട് എത്ര എണ്ണം? 41 എണ്ണം. കിഴക്കോട്ട് എത്ര എണ്ണം? 3 എണ്ണം അല്ലെ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? പള്ളിവാസൽ എന്നാണ്. കേരളത്തിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്തത് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട, കാരണം ഇനി മന്ത്രിമാര് വരാൻ പോണേ ഉള്ളൂ. അടുത്തത് അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമുക്കത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ എത്ര ജില്ല ഉണ്ടായിരുന്നു? 5 ജില്ല. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത് എന്നാണ്? 1861 പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസാണ്, മലബാറിലാണ്. ഇനി അടുത്തത് 54 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? TK മാധവനാണ്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം അവർ സൗജന്യമാക്കി എന്നുള്ളതാണ്. ഇനി യോഗക്ഷേമ സഭ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതായിരുന്നു? ജനസംഖ്യ അനുപാത സംവരണം. അപ്പൊ ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്, ഇതൊക്കെ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി മലയാള ഭാഷയുടെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആരുടെയാണ്? അർണോസ് പാതിരി. 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അടുത്തത് 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത ചോദ്യം എന്താണ്? ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസനാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്തത്, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസന്റയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത് കലയാണത്? സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം, വില്ലസുകളാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ ഏതാണ്? വൃക്ക ധമനിയാണ്. അടുത്തത്, നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, കണ്ണിനുള്ള മർദ്ദം കൂടുന്ന അവസ്ഥയെ ഗ്ലോക്കോമ എന്ന് വിളിക്കുന്നു. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയെ തിമിരം എന്ന് വിളിക്കുന്നു കേട്ടോ. വൈറ്റമിൻ A അല്ലേ, ഇതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോ എന്താണ്? 3ഉം 4ഉമാണ് ശരി. ഇനി 67 ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മോനീറയാണ്. അടുത്ത ചോദ്യം എന്താണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോഫിനാണ്. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഏതാണ് ശരി? അതായത് ഇതിൽ ശരി 4th വണ്ണാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു കേട്ടോ. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഇതാണ് കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. 64ാമത്തെ ഉത്തരം മാത്രമാണ് ശരി. ഇനി അടുത്തത്, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിലാണ് കാണുന്നത്. അടുത്തത്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അടുത്തത്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഏതാണ്? വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്രയാകുന്നു? 4 മടങ്ങാകുന്നു. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം. അപ്പൊ പെടാത്തത് ഏതാണ്? വേഗം. അടുത്ത
അടുത്ത ചോദ്യം എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. അടുത്തത് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെയാണ് പ്ലം പുഡിംഗ് മാതൃക. ഇലക്ട്രോൺ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയതൊക്കെ ആരാണ്? ജെ ജെ തോംസൺ ആണ്. ബന്ധപ്പെടാത്തത് ന്യൂട്രോണിനെ കണ്ടെത്തിയതാണ്. അടുത്തത് റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഏതാണ്? ഐസോപ്രീൻ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കുറൽ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറൽ ആണ്. അടുത്തത് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? എന്തിന്റെയാണ്? അലുമിനിയത്തിന്റെ അയിരിനാണ്. അടുത്ത ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഐസോബാറുകൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഐസോബാറുകൾ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത്ര കുറെ അധികം ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിലും കുറെ കുട്ടികളെ കുഴക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുള്ള നല്ലൊരു എന്താ പറയാ എക്സാം ആണ് ഇത്. അപ്പോ നന്നായി പഠിച്ചു വെക്കാട്ടോ. ഇതിൽ ഓരോ ഓപ്ഷൻസും ഇതില് ശരിയായത് ഏത് തെറ്റായത് എന്നുള്ള പ്രസ്താവനകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സും ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ മാത്സ് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് പഠിച്ചു പോവുക. അങ്ങനെ ഡെയിലി ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. യാതൊരു വിധ സംശയവും ഇല്ല കേട്ടോ. നല്ല ആദ്യത്തെ 100 റാങ്കിൽ തന്നെ എത്താൻ പറ്റും. അതിന്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും